ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞായറാഴ്ച ആണ് കേട്ടോ. 6:53 നമുക്ക് ഓൺലൈനിൽ പോവാം. ഓക്കെ, ഓൺലൈനിൽ ഇന്നലെ നല്ല ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 9:45 വരെ കണ്ട എന്റെ കിട്ടുന്നു. യാത്രി ഓണാക്കി. റാപ്പിഡോ 3 മണിക്കൂർ കൂടെ കിട്ടും കേട്ടോ. അല്ല, നമുക്ക് ഇടയ്ക്ക് ചാർജ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. യൂബർ ഇപ്പോൾ ഓണാക്കുന്നില്ല. എവിടെയെങ്കിലും നിന്ന് ട്രിപ്പ് കിട്ടാതെ വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ട്രിപ്പ് വന്നു. നമുക്ക് എടപ്പള്ളിക്കാണ് കേട്ടോ. 270 രൂപ. ഓക്കെ, നമുക്കിപ്പോൾ ഓഫാക്കാം. ഏതായാലും വീഡിയോയിൽ കാണിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രാവിലെ 2.5 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ. ഇത് തന്നെയാണെങ്കിൽ നമുക്ക് പോയെടുക്കാം. രാവിലത്തെ കഴിഞ്ഞിട്ടല്ലേ. പൂണിത്തുറന്നാണ് കേട്ടോ. നമ്മളങ്ങോട്ട് ഓണാക്കിയാണ്ട് ഏതാനും സെക്കൻഡുകളായിട്ടുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ട്രിപ്പ് വന്നു. നമ്മളെ ഓല കണ്ടിന്യൂസ് ഓടുകയാണെങ്കിൽ കണ്ടിന്യൂസ് ട്രിപ്പ് തരുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേതായാലും സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ ഓണാക്കിയുള്ളൂ, അപ്പൊ തന്നെ നമുക്ക് ട്രിപ്പ് തന്നു. ഇന്നലെ നമ്മള് വൈകുന്നേരം വരെ ഒരു 10-11 മണി വരെ കിടന്നിട്ട് നമുക്ക് ട്രിപ്പ് ഒന്നും തന്നില്ല. എടപ്പള്ളി പള്ളിയായിട്ടോ. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ചിലപ്പോ പള്ളിയിലോട്ടൊക്കെ ആയിരിക്കും. അപ്പൊ പേട്ട ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ പിക്കപ്പ് കൊടുത്തേക്കുന്നത്. നമുക്ക് 600 മീറ്ററുകളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, ഫസ്റ്റ് ട്രിപ്പ് തന്നെ അൽക്കുൽത്താക്കൂന്നാ തോന്നുന്നത്. കാരണം വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്, ആളെടുക്കുന്നില്ല. ഇതാണ് ഹോട്ടല്. ഇതുണ്ടോ, ഈ ഹോട്ടലിൽ നിന്നാണ്, ഇവിടെയാണ് ലൊക്കേഷൻ കൊടുത്തേക്കുന്നത്. പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ. ഏതായാലും നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യാൻസലേഷൻ ചെയ്യാനുള്ള ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ടൈം ആയി കഴിയുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു എന്ത് പറയാനാന്ന് വെച്ചാണ്, രാവിലെ തന്നെ ട്രിപ്പ് കിട്ടിയപ്പോ സന്തോഷിച്ചു വന്നു. ഇവിടെ വരെ 2 കിലോമീറ്റർ ഓടി വരണമായിരുന്നു. ഷുക്കൂർ മോണ്ടൽ ആളുടെ പേരാണ് കേട്ടോ. പക്ഷെ എങ്കിൽ നോർത്ത് ഇന്ത്യൻ ആണ്. അവിടെ ഒരു ബാഗൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അതാണോ എന്റെ ഹോട്ടലിനകത്തെ ബാഗൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇങ്ങോട്ട് വാടാ. ഓക്കെ, ഏതായാലും
ക്യാൻ വെയിറ്റ് ഓർ ക്യാൻസൽ ദ ബുക്കിംഗ് നൗ എന്നും പറഞ്ഞു നമുക്ക് കാണിക്കുന്നുണ്ട്. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇതാണ് അവസ്ഥ. ನೀವು ಕರೆ ಮಾಡುತ್ತಿರುವ ವ್ಯಕ್ತಿಯು ನಿಮ್ಮ ಕರೆಯನ್ನು ಉತ್ತರಿಸುತ್ತಿಲ್ಲ. ದಯವಿಟ್ಟು ಸ್ವಲ್ಪ ಸಮಯದ ನಂತರ ಪ್ರಯತ್ನಿಸಿ. आप जिस व्यक्ति को कॉल कर रहे हैं वो उत्तर नहीं दे रहा है. कृपया कुछ समय पश्चात प्रयास करें. ഓക്കെ, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. ഇപ്പൊ നോക്കിട്ട് നമുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട്. 2.5 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പൊ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും ദൂരം ഓടി ചെന്നിട്ട് ആളെ കിട്ടിയിരിക്കും, മോശമല്ലേ? നമുക്ക് ദേഷ്യം വരും. 153 എങ്ങാണ്ട കാണിച്ച. ഹലോ, ഞാൻ ഒലയിലായിരുന്നു. ഞാൻ പേട്ടയിലാണ് നിൽക്കുന്നത്. ഈ കാണിച്ച് ഒരു 5 മിനിറ്റ് എടുക്കും. വെയിറ്റ് ചെയ്യോ? ആ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ എഴുതി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ വീഡിയോയുടെ ലെങ്ത് എഴുതിയെടുക്കണം. അപ്പൊ എഴുതിയെടുത്താലേ നമുക്ക് ആ എഡിറ്റിംഗ് ആപ്പിൽ ചെല്ലുമ്പോൾ ആ ലെങ്ത് നോക്കി അങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പടപടേതമായ പരിപാടി ചെയ്യും. എങ്ങോട്ടാന്ന് നോക്കിയില്ല കേട്ടാ, കാരണം നമ്മളൊരു പണിയിലായത് കൊണ്ട് ഇത് നോക്കിയിരിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ അത് ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള വഴിയാണ് കേട്ടോ. മെട്രോ സ്റ്റേഷനാണ് ആദ്യം കാണുന്ന മെട്രോ സ്റ്റേഷൻ. ഇതാണ് മെട്രോ സ്റ്റേഷൻ തൃപ്പൂണിത്തുറ. അതവിടെ ആള് നിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. 7.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 174 രൂപ, 175 രൂപ. 175 പോട്ടെ, 178 രൂപ ക്യാഷ് കളക്റ്റഡും 174.80 പൈസ നമുക്ക് ലഭിച്ചേട്ടാ. ഈ ഏരിയയിൽ അങ്ങനെ ഓല കിട്ടുമോന്ന് എനിക്കറിയില്ല. കോലഞ്ചേരി നിന്നൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിപ്പം അമ്പലവോളിന്റെ ഒരു ഭാഗമാണ്, മറ്റേ വരിക്കോലി ആ ഭാഗമാണ്. ഇവിടുന്ന് ഓല കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും നമ്മൾ ഓണാക്കിയിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് യൂബറും കൂടെ ഓണാക്കിയിടണം, എന്നാലേ കാര്യമുള്ളൂ. ഇവിടുന്ന് എവിടുന്നേലും കിട്ടണമെങ്കിൽ. ഇവിടുന്ന് യൂബറും കൂടെ ഓണാക്കി കൊടുക്കാം കേട്ടോ. കാരണം അല്ലേ ഇവിടുന്ന് നമ്മൾ കാലിക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മള് യൂബറും കൂടെ ഓണാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള
സിറ്റുവേഷനിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ യൂബർ ഓൺ ആക്കാറുള്ളൂ കേട്ടോ. നമുക്ക് തൽക്കാലം ഈ വണ്ടിയുടെ ബാക്കിൽ ഒതുക്കാം. ഓക്കെ, ഇവിടെ ഒതുക്കിയാല് കുറച്ചുകൂടി മുന്നോട്ട് കയറ്റി നിർത്താം. എന്നാലും മൂത്രം ഒഴിക്കാൻ ഒരു സെറ്റപ്പ് നോക്കിയിട്ട് നിർത്താം. അതല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. ഓക്കെ, നമുക്ക് ഇവിടെ ഇടാം കേട്ടാ. ഓക്കെ, അടിപൊളി സ്ഥലം, തണല്. തിരിച്ചിട്ട് കഴിഞ്ഞാല് ഇത് എവിടെ നമുക്ക് കാണിക്കുന്ന കൂടെ ഇല്ല. നമുക്കൊരു ട്രിപ്പ് വന്നു, മാച്ച് ട്രിപ്പാണ്. പക്ഷെ ഡിസ്പ്ലേയിൽ വരുന്നില്ല. എന്താണോ, കണക്കത്തിലാണോ? ഒന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാം. ടു എന്ന് പറഞ്ഞ് വന്നു. യൂബറ് നമ്മൾ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്തു കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് അടിച്ച്, പക്ഷെങ്കിൽ അത് ഡിസ്പ്ലേ കാണിച്ചില്ല. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തത്. അപ്പം ഏതായാലും ഇനി വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇവിടുന്ന് എടപ്പള്ളിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. യൂബറിലാണ്, ഒരു ഡേവിഡ് ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് കുറെ നേരമായി മാച്ച് ട്രിപ്പ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. മാച്ച് ട്രിപ്പ് ഊടായ്പാണ്. അതുകൊണ്ട് മൈൻഡ് ചെയ്യാൻ പോയായിരുന്നപ്പോ അത് കൺഫേം ആയിട്ട് അടിക്കുക. കൺഫേം ട്രിപ്പ് മാത്രമേ ഇനി എടുത്താൽ മതി എന്നും വിചാരിച്ചിരിക്കുക. കാരണം മാച്ചിൽ വരുന്ന എല്ലാം ഊടായ്പ രീതിയിലേ ഇട്ട് തരുള്ളൂ. ഇതിപ്പോ ആദ്യം കാണിച്ചപ്പോ 320 ആയിരുന്നു, ഇപ്പൊ 349 വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. 4 കിലോമീറ്റർ ഉണ്ട്, എടപ്പള്ളിക്കാണ്. വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയാം. അഞ്ച് മിനിറ്റ് എടുക്കും. ഹലോ, ഹലോ, യൂബറിൽ നിന്നായിരുന്നു. ഹലോ ഹലോ, ഹലോ, കേൾക്കാമോ? എറണാകുളം. 5 മിനിറ്റ് വെയിറ്റ്. 5 മിനിറ്റ് ആവും. ഹലോ ഹലോ, 5 മിനിറ്റ്. ാണ് കിതർ ഹേ എന്നൊക്കെ ചോദിക്കുന്നു. വെറുതെ വിളിക്കാതെ വരാം. ഇതിപ്പോ ഒരു വളവാണ്, നമ്മള് സൂക്ഷിച്ച് കയറിയില്ലേ അവിടുന്ന് ചീറി പാഞ്ഞു വരും വണ്ടി. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇതിപ്പോ പുത്തൻകുരിശിന്നാണ് കേട്ടാ. വല്ല ഏട്ട ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒലയില് എനിക്കിതിനു മുന്നേ ഒലയിന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിപ്പോ ഞായറാഴ്ച ദിവസമാണല്ലോ, ഒന്നാമത്തെ ട്രിപ്പ് കുറവായിരിക്കും ഞായറാഴ്ച. പള്ളിയിലൊക്കെ പോയിട്ട് ആൾക്കാർ ഇറങ്ങുള്ളൂ, വൈകുന്നേരത്തേക്കൊക്കെ ഇറങ്ങുള്ളൂ. അപ്പൊ ട്രിപ്പ് കുറവായിരിക്കും ഞായറാഴ്ച. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ യൂബറും കൂടെ ഓൺ ആക്കിയിട്ട്. യൂബറിൽ പിന്നെ എവിടെ ചെന്നാലും ട്രിപ്പ് അടിക്കും. ഈ ട്രിപ്പ് കുറെ നേരമായി വന്ന് പൊക്കോണ്ടിരിക്കുന്നു. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവന്മാരത് കൺഫേം ആയിട്ട് ഇട്ടത്. കൺഫേം ട്രിപ്പ് എടുത്താലേ നമ്മുടെ ഈ സ്റ്റാർ റേറ്റിംഗിൽ മാറ്റം വരുള്ളൂ. മറ്റേ മാച്ച് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറയില്ല, കയറി വരില്ല.
19 കിലോമീറ്റർ. ആലുവേന്ന് ലിസി ഹോസ്പിറ്റലിലോട്ട് വന്ന 19 കിലോമീറ്റർ. അതുകൊണ്ട് 457 രൂപ കിട്ടി. 460 രൂപ ക്യാഷ് കളക്ടറും 457 രൂപ എനിക്ക് കിട്ടി. യൂബറിലും 349. എത്ര രൂപയുടെ വ്യത്യാസം? 100 രൂപ അടുത്ത് വ്യത്യാസം വരുന്നുണ്ട്. ആ 4 പേര്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ് കാണുന്നത്. കണ്ടോ, 425 രൂപ ക്യാഷ് കളക്ടഡും 332 രൂപ 333 രൂപയാണ് നമുക്ക് ലഭിച്ചേക്കുന്നത് കേട്ടോ. മൊത്തം 20 പോയിന്റ് തൊട്ടിട്ടുണ്ട്. 21 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് നോർത്തിലാണ് കേട്ടോ. നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പൊ നമ്മളിവിടെ വെച്ച് ഓഫ് ആക്കി. ഇനിയിപ്പോ ചായ കുടിച്ചിട്ട് നമുക്ക് ഓലയിൽ റാപ്പിഡോ യാത്രികളോ ഓണാക്കാം കേട്ടോ. സിറ്റിയില് യൂബർ ഓണാക്കാന്നില്ല. ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടാഴി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഉള്ളത് പോത്തീസിന്റെ ബാക്കിലാണ് കേട്ടോ. ഇതാണ് പോത്തീസ്. അതിന്റെ ബാക്കിൽ വന്ന് കിടക്കാണ്. അപ്പൊ നമ്മള് വീണ്ടും ഓൺലൈനിലോട്ട് പോവാണ്. റാപ്പിഡോ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഓല ഓൺലൈനിലാക്കി. അടുത്തത് യൂബർ. യൂബർ അവിടെ നിൽക്കട്ടെ. നമുക്ക് കേരള സവാരി ഓണാക്കാം. ഓലയില് ലുലുമാളാട്ടോ. ഓക്കെ, 170 രൂപ 6 കിലോമീറ്റർ. കേസ് ഇപ്പൊ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആളെ വിളിച്ചിട്ടാണെങ്കിൽ ആളിപ്പോ വരാന്ന് പറയുന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ക്യാൻസലേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഉണ്ടോ, യു ക്യാൻ വെയിറ്റ് ഫോർ ക്യാൻസൽ ദ ബുക്കിംഗ് നോ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമ്മള് മറ്റുള്ള ഇതും കൂടെ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. അതിലെങ്ങാനും അടിക്കുകയാണെങ്കിൽ ഇത് ക്യാൻസൽ ആക്കിയിട്ട് അതെടുത്തോണ്ട് പോവാം. അവര് വിളിക്കുന്നുണ്ട്. ഹലോ, ഐശ്വര്യ ഹോട്ടൽ മലബാറല്ല പറഞ്ഞേ? അതെവിടെയാണ് ഐശ്വര്യ ബേക്കേഴ്സ്? ഐശ്വര്യ ബേക്കേഴ്സ് എവിടെയാണോ? വേറെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് ബുക്ക് ചെയ്യും. തലയില്ല വാലും ഇല്ലാണ്ട്. ഒരു രക്ഷയില്ല. നമ്മളിവിടെ വെച്ച് തിരിച്ചു പോവാ. വെറുതെ ആളെ വട്ടുണ്ടാക്കാൻ വേണ്ടി. പോകുന്ന വഴിക്ക് എങ്ങാനും കണ്ടാ എടുത്തോണ്ട് പോവാ. ഇല്ലെങ്കിൽ അവൻ വേറെ വണ്ടി വെച്ച് പോട്ടെ. ഇതാണ് അവൻ പറഞ്ഞ ഹോട്ടല്, മലബാർ ഫോർട്ട് മലബാർ. അവനിപ്പോ ഐശ്വര്യ ബേക്കേഴ്സിന്റെ ഉണ്ടല്ലോ, നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത് പോയി. ഇതാണോ? 90 രൂപ. ഞാൻ ഓർത്ത് 900 ആയിരിക്കും. ചാടി എടുക്കാൻ വന്നതാണ്. അത് പോട്ടെ, നോക്കട്ട. അപ്പൊ നമ്മൾ ഓല വീണ്ടും ചാർജ് ചെയ്തു. റാപ്പിഡോ യാത്ര ഓണാക്കിയിട്ടുണ്ട്. അതേല് നമുക്ക് കഴിഞ്ഞ ട്രിപ്പിൽ കിട്ടിയ എമൗണ്ട് 169 രൂപയാണ് കേട്ടോ. 6.2 കിലോമീറ്റർ 162. 20 രൂപ ടിപ്പൊക്കെ തന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി കിടക്കാം. ഇത് തീരെ സിഗ്നലിലാണ് പറ്റ കിടക്കുന്നത്. പോലീസ് കണ്ടു കഴിഞ്ഞാൽ പെറ്റി വരാൻ വഴിയുണ്ട്. അല്ല, ഇങ്ങോട്ട് ട്രിപ്പ് വന്നു കഴിഞ്ഞാലേ പാടാണ്. ലുലുവിന്നൊക്കെ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ പാടാ.
ഒരു വണ്ടിക്കാരൻ അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ സമയത്തൊന്നും അതിനകത്തൊന്നും ട്രിപ്പ് കിട്ടില്ല. പൊട്ടഞ്ഞങ്ങാലി അതിനകത്ത് കിടപ്പുണ്ട്. കാരണം ഈ സമയത്ത് ആൾക്കാർ അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. പർച്ചേസ് ചെയ്ത് ഇറങ്ങേണ്ട സമയമായിട്ടില്ല. പിന്നെ അതിനകത്ത് കിടന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇവിടുന്ന് ഒരു രാജഗിരി കാക്കനാട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഒരു ആനയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് പോയി എടുക്കാം. ഹലോ, ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റിന്റെ അവിടെയാണ് വന്നേക്കുന്നത്. ആ കണ്ടുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ കാലത്ത് ട്രിപ്പ് കഴിഞ്ഞേട്ടാ. നമ്മളിപ്പോ ഉള്ളത് രാജഗിരി വാരിയാണ് കേട്ടാ. വലിയ ഒരു പെൺകുട്ടിയായിരുന്നു. അത് അവിടുന്ന് 249 രൂപയാണ് ആളുടെ മൊബൈലിൽ കാണിച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ 281. അപ്പൊ ഏതായാലും അതെന്താ പൈസ കൂടിയേന്ന് ചോദിച്ചാൽ പറഞ്ഞ എനിക്കറിയാൻ പാടില്ല. അയ്യോ, ഞാനിത് റേറ്റ് കുറച്ച് കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞ എനിക്കറിയില്ല, പക്ഷെ ഇത് കൂടുതലല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ കൂട്ടിയത്, നിങ്ങൾ ബുക്ക് ചെയ്തു. ഇവിടെ വന്നപ്പോ ഇത്രയും കാണിക്കുന്നു. ഇത് എന്റെ മൊബൈലിൽ കാണിക്കുന്നത്, എന്റെ മൊബൈലിൽ അത്രയും കാണിച്ചിട്ടില്ലല്ലോ എന്ന് പുള്ളിക്കാരത്തി. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മൊബൈലിൽ കുറച്ച് കഴിയുമ്പോൾ അപ്ഡേറ്റ് ആവുമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം എന്റെ മൊബൈലിൽ കാണിക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു. ഏതായാലും അതിന്റെ എന്താന്ന് നമുക്കറിയില്ല കേട്ടോ. ഇതിനകത്ത് GST ഇൻഷുറൻസ് പെയ്ഡ് ടു ഏജൻസി അത് 3 രൂപ പോയിട്ടുണ്ട്. ട്രിപ്പ് ബാലൻസ് 2 രൂപ 69 പൈസ. ഇതെല്ലാം കഴിച്ചിട്ട് 278 രൂപയാണ് നമുക്ക് ലഭിച്ചേക്കുന്നത്. എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഏതായാലും നമ്മള് റൂട്ടൊന്നും മാറ്റിയൊന്നുമല്ല പോന്നേക്കുന്നത്. അതിൽ കാണിച്ചേക്കുന്ന നമുക്ക് മാപ്പ് വരില്ല, ആ മാപ്പ് നോക്കിയെങ്കിൽ പോലും അല്ലാണ്ട് ഞാനായിട്ട് വേറൊരു റൂട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോലും അല്ല ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ പോന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രിപ്പ് പറ്റാം കേട്ടോ. നമുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് ക്യാൻസൽ ആകാനാ വഴി കേട്ടോ, വേറൊന്നുമല്ല. 10 മിനിറ്റ് എടുക്കും പിക്കപ്പ് ദൂരെ കൂടുതലാണ്. അത് ക്യാൻസൽ ചെയ്ത് വിടുന്നതാണ് നല്ലത്. വരും 92ന്റെ ട്രിപ്പൊന്നും വേണ്ട മോനെ, അതൊക്കെ നമ്മള് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേട്ടാ. 150 മുകളിലോട്ടുള്ള ട്രിപ്പ് ഇട്, ന്യായമായുള്ള ഫെയറും. നമുക്കത് അവിടെ ആ തണലത്തോട്ട് പോയി കിടക്കാം കേട്ടോ. ഇവിടെ ഇടാം, ഇവിടെ ആകുമ്പോ തണലുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ട്രിപ്പ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം കേട്ടോ. 7 മിനിറ്റാ കാണിക്കുന്നത്. ഹലോ മാഡം, യൂബറിലായിരുന്നു. ഇപ്പൊ ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഒരു 7 മിനിറ്റാ കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യുമെന്ന് അറിയാനാ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ നമുക്ക് അവിടെ കിടന്നിട്ട് ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ. ഒലയില് കുറെ 80, 90 വന്നു പോയി. നമ്മൾ മൈൻഡും കൂടി ചെയ്തില്ല. നമ്മള് മനോരമയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തമിഴത്തേക്ക് ഒരു മാച്ച് വന്ന് ആക്കണ്ട കേട്ടോ. ഓക്കെ, പിക്കപ്പ് എറണാകുളം ജംഗ്ഷൻ.
സൗത്തിൽ നിന്നാന്ന് തോന്നുന്നു കേട്ടോ. 495 455 അങ്ങനെയാണെന്താണെന്ന്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, അവിടെ ചാടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വരുമ്പോ നല്ല കട്ടപ്പ സാധനം വരും. വന്ന സ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, അതുകൊണ്ട് വായിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ റേറ്റ് കണ്ടു, റേറ്റ് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു. നമുക്ക് പോയി എടുക്കാം. സൗത്തിൽ നിന്നാണ് കേട്ടാ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മുളന്തുരുത്തിയിലാണ് കേട്ടാ. മുളന്തുരുത്തി ആ ട്രിപ്പ് നമുക്ക് മുളന്തുരുത്തിക്കായിരുന്നു. 21 കിലോമീറ്റർ ഉണ്ടാ, 21.5 കിലോമീറ്റർ. 498 രൂപ ക്യാഷ് കളക്റ്റഡ്, 494 രൂപ നമുക്ക് ലഭിച്ചു കേട്ടാ. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് അടിക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമുക്ക് യൂബറും കൂടെ ഓണാക്കി ഇടാം. ഈ ഏരിയയിൽ നിന്ന് അങ്ങനെ അധികം കിട്ടാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതുവരെ പള്ളിത്താഴത്തുനിന്ന് എനിക്ക് ട്രിപ്പ് അടിച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവിടുന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഒന്ന് മൂത്രമൊക്കെ വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് പോകാം. ഇന്റർസിറ്റി പുത്തൻകുരിശാണല്ലോ, പുത്തൻകുരിശിന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, 400 ചില്ലാൻ രൂപയാണ്. എവിടെയാണോ 20 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഓല അങ്ങോട്ട് ഓഫാക്കി ഇനി യൂബർ എവിടെയാന്ന് പോയി കണ്ടുപിടിക്കണം. നമ്മൾ വന്ന വഴിക്കാണ്, വന്ന വഴിക്കല്ല. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുന്നാണ് കേട്ടാ. ഊണ് കഴിപ്പിക്കല്ലേ. നമ്മളിപ്പോ ഉള്ളത് പുത്തൻകുരിശാണ് കേട്ടോ. പുത്തൻകുരിശിലേക്ക് പോകണം, കുറച്ചിങ്ങ് മാറിയാണ്. ആ ട്രിപ്പിൽ നമുക്ക് 19 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 593 രൂപയാണ് ക്യാഷ് കളക്റ്റഡ് കാണിച്ചത്. നമുക്ക് 439 രൂപ കിട്ടി കേട്ടോ. അപ്പൊ ഒരു 200 മീറ്റർ കൂടെ കയറി പോണായിരുന്നു. 300 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഒരു 20 രൂപ കൂടെ കൂട്ടി മേടിച്ചു. അങ്ങനെ 460 രൂപ മേടിച്ചു. 610 രൂപ ആയിട്ട് മേടിച്ചു. ക്യാഷ് കളക്റ്റഡ് 610, 460 രൂപ നമുക്ക് ലഭിച്ചു. ഇനിയിപ്പോ നമ്മൾ ഊണ് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിക്കുമല്ലോ എന്ന് അറിയത്തില്ല. അങ്ങനെ മാച്ച് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കുറെ നേരം എന്താ മാച്ച് ചർബറാന്നും പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ഏതായാലും കുത്തി കിട്ടി. പേവരക്കാണ് കേട്ടാ. അച്ഛനെ എടുക്കട്ടെ. എനിക്ക് തോന്നുന്ന അമ്പലമോള് ആ ഭാഗത്തുനിന്നാന്ന് തോന്നുന്നു. ഇവിടുന്ന് 6 മിനിറ്റ് ഉണ്ട് കേട്ടോ. 6 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം. 4 കിലോമീറ്റർ അപ്പുറേന്നാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് തല ഊരിക്കൊണ്ട് പോകാൻ പറ്റിയ വലിയ കാര്യം. ട്രിപ്പ് ഉണ്ട്, ഇഷ്ടം പോലെ ട്രിപ്പ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരൊറ്റ ട്രിപ്പ് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ. നമ്മളിപ്പോ കറയെ തിരിഞ്ഞ് മരടി തന്നെ വന്നു, വീടിന്റെ അവിടെ വന്നു. അപ്പൊ ഇനിയിപ്പോ ഇറങ്ങുന്നില്ല, കാരണം ഞായറാഴ്ചയൊക്കെ അല്ലേ, റെസ്റ്റ് എടുക്കാം. ഒരു ദിവസമെങ്കിലും പകുതി സമയം കൊണ്ട് റെസ്റ്റ് എടുക്കണമല്ലോ. ഏതായാലും റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. അങ്ങനെ നമ്മളിപ്പോ യൂബറിൽ 1247 നോക്കട്ടെ പറയാവേ, കൂട്ടിക്കോട്ടെ, 1247 പ്ലസ് ഒലയില് ഒലയില് 1097
ഓക്കെ. അപ്പോൾ ടോട്ടലി 1097. അങ്ങനെ 2344 രൂപ നമ്മളിന്ന് ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല, വിശന്നിട്ട് ജീവൻ പോകുമെന്ന് തോന്നുന്നു. ഇന്നൊന്നും കിട്ടിയിട്ടില്ല, ഒരു കരിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ.